ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി ചങ്ങരംകുളത്ത് നിലനിൽക്കുമെന്ന് അത് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ഭാഗമാകാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പാർട്ടി മുന്നോട്ട് വെച്ച അജണ്ടകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച അജണ്ടകൾ ഓരോന്നോരോന്നായി ഈ പഞ്ചായത്തിന്റെ മുക്കുമൂലകളിൽ ചർച്ച ചെയ്യുകയായിരുന്നു. ഞങ്ങൾ അജണ്ടകൾ നിശ്ചയിച്ചത് തൊട്ടപ്പുറത്തുള്ള വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വെച്ചായിരുന്നില്ല. ഞങ്ങൾ പ്രകടന പത്രിക രൂപപ്പെടുത്തിയത് ഇവിടെയുള്ള ഞങ്ങളുടെ നേതാക്കളുടെ വീടുകളിൽ വെച്ചായിരുന്നില്ല. ഇന്ന് കണ്ടല്ലോ, നമ്മള് 10 ആളുകൾ കൂടിയിരിക്കുകയാണ്. അമിത്ഷാ വിളിച്ചു വരുത്തുകയാണ് ഡൽഹിയിലേക്ക്. അമിത്ഷാ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളാകണം കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മെമ്പർ പോലും ആകാത്ത ഒരാളെ, പാർട്ടിയുടെ മെമ്പറാകാത്ത ഒരാളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്ന ജനാധിപത്യമല്ല വെൽഫെയർ പാർട്ടിയിലുള്ളത്. അത് തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ടു, അജണ്ടകൾ രൂപീകരിച്ചെടുത്തു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. വെൽഫെയർ പാർട്ടി ഉയർത്തിയ അജണ്ടകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്തു. വെൽഫെയർ പാർട്ടി ഉയർത്തിയ അജണ്ടകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്തുകൾ ചർച്ച ചെയ്തു, മുഖമൂലകൾ ചർച്ച ചെയ്തു. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച വികസന അജണ്ട നിങ്ങൾ കണ്ടു. ചങ്ങരംകുളത്തെക്കുറിച്ച്, ചങ്ങരംകുളത്തിന്റെ വികസനത്തെക്കുറിച്ച് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച വികസന അജണ്ടകൾ ഇവിടെ പലരും ഏറ്റെടുത്തു. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയമായി കാണുന്നത്. ഇന്ന് ഭൂമിയില്ലാത്തവർക്ക് സമരം നടത്തും, ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി സമരം നടത്തുമെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞപ്പോൾ കുമ്മനം രാജശേഖരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഉടനെ വന്ന പ്രസ്താവനയായിരുന്നു, BJP ഏറ്റെടുക്കാൻ പോവുകയാണ് ഇവിടെയുള്ള ഭൂരഹിതരുടെ വിഷയങ്ങളെന്ന്. പാർട്ടി വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണ്. ഇവിടെയുള്ള മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസിന്, ഇവിടെയുള്ള പരമ്പരാഗത മുഖ്യധാരയിലുള്ള പാർട്ടികളെ ജനകീയ വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രധാനമായ ഒരു അജണ്ട. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ 42 സീറ്റ് എന്നുള്ളത് 420 സീറ്റായി കേരളത്തിൽ വെൽഫെയർ പാർട്ടി മാറ്റും. ഈ മലപ്പുറം ജില്ലയിൽ 25 സീറ്റ് എന്നുള്ളത് 250 സീറ്റിൽ വെൽഫെയർ പാർട്ടി വിജയിക്കും. ഈ ഇരിക്കുന്ന സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 1000 ആളുകളാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി അംഗീകരിച്ചുവെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അത് 5000 ആക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഇത് വെറും വാക്കല്ല, കള്ളാപവാദ പ്രചരണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ്. ഇനി വെൽഫെയർ പാർട്ടി വിജയിച്ച സ്ഥലങ്ങൾ, വെൽഫെയർ പാർട്ടി വിജയിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എണ്ണി നോക്കൂ. മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടി ഏറ്റെടുത്ത വിഷയങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. ഭൂമിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഭൂരഹിതരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മങ്കട മണ്ഡലത്തിലെ ചേരിയം മലയിലേക്ക് വെൽഫെയർ പാർട്ടി മാർച്ച് നടത്തി. അവിടെ ഒരു സ്വകാര്യ വ്യക്തി സർക്കാരിന്റെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തി ഏക്കറക്കണക്കിന് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടേക്ക് വെൽഫെയർ പാർട്ടി മാർച്ച് നടത്തി. ആ മാർച്ചിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ ഇവിടെയുള്ള പോലീസിന്റെയും അധികാര മുഷ്കിന്റെയും ബലത്തിൽ ഇവിടെയുള്ള ആള് നിയമപാലകർ തല്ലിയോടിച്ചു. വെൽഫെയർ പാർട്ടി നേതാക്കളെ തല്ലി പൊട്ടിച്ചു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മങ്കട മണ്ഡലത്തിലെ കൂട്ടിൽ പഞ്ചായത്തിൽ നിന്ന് ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അതാണ് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം. അവിടെയും തീരുന്നില്ല. തൊട്ടപ്പുറത്തുള്ള കോട്ടക്കൽ മണ്ഡലത്തിലെ പൊന്മള പഞ്ചായത്തിലെ ചൂനൂര് പ്രദേശം ഗെയിൽ വാതക പൈപ്പ് ലൈൻ കടന്നു പോവുകയാണ്. ഒരു നാടിനെ കീറിമുറിച്ചുകൊണ്ട്, പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നാട്ടിന്റെ വികസനങ്ങൾ മാറ്റിമറിക്കപ്പെട്ട അധികാരിവർഗത്തിന്റെ ചൂഷണത്തിനിരയായപ്പോൾ ചൂരൂര് മേഖലയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ ഗെയിൽ വാതക പൈപ്പ് ലൈൻ അനുകൂലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രധാന കക്ഷികൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടി, കോൺഗ്രസ് അടക്കമുള്ള ഭരണകക്ഷികൾ അവിടെ ജനങ്ങൾക്ക് എതിരായി നിന്നു. വെൽഫെയർ പാർട്ടി സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇന്ന് ആ പൊന്മളയിലെ ചൂനൂരിൽ ആ ഗെയിൽ വിരുദ്ധ പോരാട്ടത്തിന് സമരം കൊടുത്ത വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി പൊന്മള പഞ്ചായത്ത് ഓഫീസിലെ കസേരയിൽ ഇരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം. അവിടെയും തീർന്നില്ല. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വെട്ടത്തൂർ പഞ്ചായത്തിലേക്ക് തെക്കൻ മലയിൽ വെൽഫെയർ പാർട്ടി സമരം നടത്തി. ഒരു വലിയ മല, ഒരു വലിയ കോറി തുരന്നെടുത്തുകൊണ്ട് ജനങ്ങളുടെ സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുക. വെൽഫെയർ പാർട്ടി പാവപ്പെട്ട കോളനിയിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി അവിടെ